സംഘപരിവാർ ഭീഷണിക്ക് പിന്നാലെ എമ്പുരാൻ ചിത്രത്തിലെ 3 മിനിറ്റ് വെട്ടിമാറ്റി. സെൻസറിംഗ് പൂർത്തിയായ പുതിയ പതിപ്പ് ഇന്ന് തിയേറ്ററുകളിലെത്തും. അവധി ദിവസമായിട്ട് പോലും സെൻസറിംഗ് ബോർഡ് പ്രത്യേക യോഗം ചേർന്നാണ് റീ എഡിറ്റിംഗ് അനുമതി നൽകിയത്. വില്ലന്റെ ബജ്റംഗി എന്ന പേരിലും മാറ്റം വരുത്തുന്നുണ്ടെന്നാണ് സൂചന. സംഘപരിവാർ ഭീഷണിക്ക് വഴങ്ങി എമ്പുരാൻ സിനിമയുടെ ആദ്യ ഭാഗങ്ങളിലാണ് ഗുജറാത്ത് കലാപത്തിൻ്റെതുൾപ്പെടെ 3 മിനിറ്റോളം വെട്ടിമാറ്റിയത്. ഗർഭിണിയെ ബലാത്സംഗം ചെയ്യുന്ന അടക്കമുള്ള ദൃശ്യങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. റീ എഡിറ്റിംഗ് പൂർത്തിയായ സിനിമയുടെ പുതിയ പതിപ്പിന് സെൻസർ ബോർഡ് അനുമതി നൽകി. ചിത്രത്തിലെ ബജ്റംഗി എന്ന വില്ലൻ കഥാപാത്രത്തിന്റെ പേര് ബൽരാജ് എന്ന് തിരുത്തിയേക്കുമെന്നും സൂചനയുണ്ട്. ദേശീയ ഏജൻസി വരുന്ന രംഗങ്ങളും റീ എഡിറ്റിംഗിൽ ഒഴിവാക്കി. കേന്ദ്ര സെൻസർ ബോർഡാണ് ഉടൻ റീ എഡിറ്റിംഗിന് നിർദ്ദേശം നൽകിയതും അവധി ദിവസം പോലും പ്രത്യേക യോഗം ചേർന്ന് പുതിയ പതിപ്പിന് പ്രദർശനാനുമതി നൽകിയതും. ഞായറാഴ്ച വൈകിട്ടാണ് സെൻസർ ബോർഡിന്റെ അനുമതി ലഭ്യമായത്. ഇതിനിടെ ഇന്ത്യക്ക് പുറത്ത് എമ്പുരാൻ നേടിയ കളക്ഷൻ വിവരങ്ങൾ കാണിച്ച ചിത്രത്തിന്റെ വിജയം മോഹൻലാൽ വീണ്ടും സമൂഹമാധ്യമങ്ങളിലൂടെ പങ്കുവച്ചു. 3 ദിവസങ്ങളിൽ നേടിയത് 80 കോടിയിലധികമാണെന്നാണ് മോഹൻലാലിന്റെ കുറിപ്പിൽ വ്യക്തമാക്കുന്നത്. റീ എഡിറ്റിംഗ് നടത്തുമെന്നും ചില രംഗങ്ങൾ വെട്ടിമാറ്റുമെന്നും വിവരങ്ങൾ പുറത്തുവന്നതോടെ ശനി ഞായർ ദിവസങ്ങളിൽ റെക്കോർഡ് ടിക്കറ്റ് വിൽപ്പനയാണ് എമ്പുരാൻ നേടിയത്. കൈരളി ന്യൂസ്, കൊച്ചി.